ഹായ്, ഐ ആം ആതിര. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ LPPയുടെ സൊല്യൂഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് സൊല്യൂഷൻ, രണ്ട് ടൈപ്പ് സൊല്യൂഷൻ ഉണ്ട്. ഗ്രാഫിക്കൽ സൊല്യൂഷനും ആൾജിബ്രൈക് സൊല്യൂഷനും. പ്രിലിമിനറി ആയിട്ടുള്ള രണ്ട് സൊല്യൂഷൻസ് ആണത്. ഇനി ആൾജിബ്രൈക് സൊല്യൂഷൻ തന്നെ വലിയ വലിയ പ്രോബ്ലംസ് വരുമ്പോഴുള്ളത് നമ്മൾ പിന്നെ സിംപ്ലക്സ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ടൈപ്പ് പ്രോബ്ലത്തിൻ്റെയും വേറെ വേറെ പഠിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഗ്രാഫിക്കലായിട്ട് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് വേരിയബിൾസിൻ്റെ കേസാണ് നമ്മൾ എടുക്കുക. 3 വേരിയബിൾ 4 വേരിയബിളൊക്കെ വരുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് വരച്ച് നോക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ രണ്ട് വേരിയബിൾസ് ആണ് ഇവിടെ വരുന്നത്. സ്റ്റെപ്പുകളാണ് പറയുന്നത്. ഇൻ ദിസ് മെത്തേഡ് ഫസ്റ്റ് ദ ഫീസിബിൾ സ്പേസ് ഈസ് ഡിറ്റർമിൻഡ്. ഫീസിബിൾ സ്പേസ് അതായത് സൊല്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സ്പേസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. Then the corner points, if any, of this space are found out. എന്നിട്ട് ഈ ഫീസിബിൾ സ്പേസിൻ്റെ കോർണർ പോയിന്റ്സ്, ഫീസിബിൾ സ്പേസ് ബൗണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൗണ്ടഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ബൗണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോർണർ പോയിന്റുകൾ ആണ് മാക്സിമോ മിനിമോ ഉണ്ടാവുക. അപ്പോൾ കോർണർ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാം. ഫ്രം ദ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ്, if it then follows that the extremum is attained by the objective function at the corner point or on all points of the side at the corner points of which the function attains the same extremum. ഒന്നെങ്കിൽ കോർണർ പോയിന്റ്സിലായിരിക്കും, അല്ലെങ്കിൽ കോർണർ പോയിന്റ്സിൽ അടുത്ത് വരുന്ന പോയിന്റ്സ്, അതേ ലൈനിൽ വരുന്ന പോയിന്റ്സിലൊക്കെയാണ് മാക്സിമം ഓർ മിനിമം ഉണ്ടാവുക. നോട്ട്: the objective function attains the minimum at the origin if the origin is the corner of the feasible space and vary അതായത് നമുക്ക് മിനിമം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കോർണർ പോയിന്റ്സിലായിരിക്കും ഉണ്ടായിരിക്കുക. മിനിമം മാക്സിമം കോർണർ പോയിന്റ്സിലാണെന്ന് പറഞ്ഞു. ഇനി ആ കോർണർ പോയിന്റ്സിൽ നമ്മുടെ ഒറിജിൻ 0 ഒറിജിൻ എന്ന് പറഞ്ഞത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒറിജിൻ ആയിരിക്കും മിനിമം വരിക. 0 ചെറുതാവുന്ന വാല്യൂസ് ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. നമുക്ക് x1 x2 ഒക്കെ നോൺ നെഗറ്റീവ് വാല്യൂസ് ആണ് എടുക്കുക. നോൺ നെഗറ്റീവ് കണ്ടീഷൻ ഉണ്ടായതുകൊണ്ട് അപ്പോൾ 0 നമ്മുടെ കോർണർ പോയിന്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായിരിക്കും മിനിമം വാല്യൂ വരുന്ന പോയിന്റ്. ആൻഡ് വെരി നാച്ചുറലി the function attains the maximum at the corner point, possibly farthest from the origin, depending on the nature of the function itself. അതായത് കോർണർ പോയിന്റ് 0 വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് മിനിമം എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് പോയിന്റിലായിരിക്കും മാക്സിമം ഉണ്ടാവുക? ഏത് കോർണർ പോയിന്റ് ആണോ ഒറിജിനിൽ നിന്ന് ഏറ്റവും കൂടുതൽ അകലത്തിലുള്ളത് ആ പോയിന്റിലായിരിക്കും മാക്സിമം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ. ദെൻ ഒരു പ്രോബ്ലം നോക്കാം. സോൾവ് ഗ്രാഫിക്കലി ദ ഫോളോയിങ് പ്രോബ്ലംസ്. മാക്സിമൈസ് z is equal to x1 plus x2 subject to 2x1 plus 3x2 less than or equal to 6, x1 minus x2 less than or is equal to 1, and x1 greater than or equal to 0, x2 greater than or equal to 0. അപ്പോൾ നമുക്ക് ഗ്രാഫിക്കൽ സൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇനിക്വാലിറ്റീസ് വരയ്ക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഇക്വാലിറ്റീസ്, അതായത് ഇക്വേഷൻസ് ആണ് നമ്മൾ ആദ്യം വരയ്ക്കുക. അതായത് കൺസ്ട്രെയിൻസിൻ്റെ ഈ രണ്ട് ഇക്വേഷൻ നോക്കി വരച്ചിട്ട് അതിൻ്റെ ഫീസിബിൾ സ്പേസ്, അതായത് ആ രണ്ട് ഈ ലെസ് ദാൻ ഓർ 6 വരുന്നതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരുന്ന ഏരിയ വരുന്ന രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന ഏരിയ ഏതാണോ അതാണ് നമ്മുടെ ഫീസിബിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫീസിബിൾ സ്പേസ് ബൗണ്ടഡ് ആണോ അല്ലയോ, ഫീസിബിൾ സ്പേസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ സൊല്യൂഷൻ്റെ എക്സിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ
ആദ്യം നമുക്ക് ഇക്വേഷൻസ് വരയ്ക്കണം. അപ്പോൾ ഇക്വേഷൻസ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇക്വേഷൻ എഴുതുക. 2x1 + 3x2 = 6ഉം x1 - x2 = 1ഉം ആണ് ഗ്രാഫിൽ വരയ്ക്കേണ്ടത്. x1 x2 ആണ് നമ്മുടെ രണ്ട് ആക്സിസ് വരിക. അപ്പോൾ ഒരു ലൈന് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ലൈൻസ് ആണല്ലോ. ഒരു ലൈന് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം 2 പോയിന്റ്സ് വേണം. അപ്പോൾ ആ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. x1 x2 എന്നുള്ള വാല്യൂസ് ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണ്. 2x1 + 3x2 = 6. അപ്പോൾ x1 x2ൻ്റെ വാല്യൂസ് കണ്ടിട്ട് നമുക്ക് 2 പോയിന്റ് വേണം. അപ്പോൾ ആദ്യം ചെയ്യുക, ഒരെണ്ണത്തിന് 0 കൊടുത്ത് അടുത്ത പോയിന്റ് ഏതാന്ന് നോക്കുക. x1 0 കൊടുത്താൽ x2 എന്ത് കിട്ടണം? 0 + 3x2 = 6 ആണ്. അപ്പോൾ 3 × എത്രയാണ് 6 നോക്കുക, 2. x2ന് 2 ആണ് വാല്യൂ എടുക്കുക. ദെൻ x2 നമ്മൾ 0 കൊടുത്തു. x2 0 കൊടുത്താൽ x1 എന്താ? 2x1 = 6 വരണം. അപ്പോൾ x1 എന്താവും? 3 ആവും. അപ്പോൾ നമുക്ക് 0 2 എന്നുള്ളതും 3 0 എന്നുള്ള 2 പോയിന്റ് കിട്ടി. അങ്ങനെ 2 പോയിന്റ് കിട്ടിയാൽ നമുക്ക് ആ ലൈൻ വരയ്ക്കാമല്ലോ. അതുപോലെ തന്നെ x1 - x2 = 1 എന്നുള്ള ഇക്വേഷനിൽ 2 പോയിന്റ് കണ്ടുപിടിക്കുക. x1ന് ആദ്യം 0 കൊടുക്കുക, അപ്പോൾ x2 - 1 കിട്ടും. x2ന് 0 കൊടുക്കുക, അപ്പോൾ x1 1 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെയും 2 പോയിന്റ്സ് കിട്ടും. ദെൻ നമ്മൾ ആ ലൈനുകൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. 2x1 + 3x2 = 6 എന്നുള്ള ലൈന് ഇക്വേഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 0 2 എന്നുള്ള പോയിന്റ് അടയാളപ്പെടുത്തി 3 0 എന്നുള്ള പോയിന്റ് അടയാളപ്പെടുത്തി അത് തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചു. ഓക്കെ, അത് രണ്ട് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൈനാണ്. എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ലൈൻ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ലൈന് x1 + x2 = 1 ആണ്. 0 - 1ഉം 1 0 എന്നുള്ള 2 പോയിന്റ് അടയാളപ്പെടുത്തി ആ ലൈനും വരച്ചു. അപ്പോൾ ആ വരയ്ക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ മുകളിൽ നിങ്ങൾ ആ ലൈനിൻ്റെ ഇക്വേഷനും കൂടി എഴുതിയിടുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, ഏതാണെന്ന് കൺഫ്യൂഷനാവും. അപ്പോൾ 2 ലൈനും നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മളെ ഫീസിബിൾ സ്പേസ് ഏതാണെന്ന് അറിയണം. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്തായിരുന്നു? 2x1 + 3x2 < ≤ 6. രണ്ടും < ആണ്. അപ്പോൾ നോക്കുക, 2x1 + 3x2 < ≤ 6 വരുന്ന ഏരിയയാണ് നോക്കേണ്ടത്. നമുക്കറിയാം ഇവിടെ 0 0 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട് അല്ലേ? 0 0 എന്ന് പറയുന്ന വാല്യൂ ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. 0 < 6 ആണല്ലോ. അപ്പോൾ ഈ ലൈനിൻ്റെ, അതായത് 2x1 + 3x2 < ≤ 6 എന്ന് പറയുന്ന ഏരിയ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അതായത് ഇങ്ങനെ താഴത്തേക്കുള്ള ഏരിയയാണ് ആ ഏരിയ ആണല്ലോ. 2x1 + 3x2 < ≤ 6 എന്നുള്ള ഏരിയ. അപ്പോൾ അതെന്ന് പറയുന്നത് 0 0 എന്ന് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടാണെന്ന് കിട്ടും. അതുപോലെ തന്നെ x1 - x2 < ≤ 1 ആണ്. അപ്പോൾ അവിടെയും നമുക്ക് 0 0 എന്നുള്ള ഇത് വെച്ച് നോക്കാം. അപ്പം 0 < 1 ആയതുകൊണ്ട് ആ ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ദെൻ ഈ രണ്ട് ഏരിയകളും നമ്മൾ x1 x2 > 0 ആണെന്നുള്ള കണ്ടീഷൻ ഓൾറെഡി ഉണ്ട്, നോൺ നെഗറ്റീവ് ആണ്. നമ്മുടെ ഈ രണ്ട് ഏരിയയും കൂടി ജോയിൻ്റ് ആവുന്ന സ്ഥലം ഏതാണ്? രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന ഏരിയ ഏതാണെന്ന് നോക്കാം. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന ഒരേ ഒരു സ്പേസ്, അതായത് പോസിറ്റീവായിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫീസിബിൾ സ്പേസ്. നമ്മുടെ സൊല്യൂഷൻ കിട്ടാനുള്ള സാധ്യതയുള്ള, സൊല്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സ്പേസ് അതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കോർണർ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ OABC എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് പോയിന്റ്സ്? അതിൽ 2 പോയിന്റ് നമ്മൾ വരച്ച പോയിന്റ് ആയിരുന്നു എയും സിയും. ഇനി 0 0 നമുക്കറിയാം ഒറിജിനാണ്. ദെൻ ബി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്കറിയില്ല. അപ്പോൾ ബി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ബി എങ്ങനെയാണ് കാണുക?
ബി കാണണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലൈനും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു പോയിൻ്റാണ് ബി. അപ്പോൾ ആ രണ്ട് ഇക്വേഷനും കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കാം. രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് ആയതുകൊണ്ട്. ദ പോയിന്റ് ബി ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ സോൾവിങ് ദ ഇക്വേഷൻസ് 2x1 + 3x2 = 6, x1 - x2 = 1. ഇത് രണ്ടും സോൾവ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ടേമിൻ്റെ x1-ൻ്റെയോ x2-ൻ്റെയോ കോയിഫിഷ്യൻസിനെ സെയിം ആക്കാം. അപ്പം നമുക്ക് ഈ ഏറ്റവും എളുപ്പം ഫസ്റ്റത്തെ ടേമിന് രണ്ടാമത്തെ ഇക്വേഷനെ നമുക്ക് 3 കൊണ്ടോ 2 കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ 3 കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. x2-ൻ്റെ കോയിഫിഷ്യൻറ്റ് സെയിം ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3x1 - 3x2 = 3 എന്ന് കിട്ടും. ആ ഇക്വേഷനെ ഞാൻ 3 എന്ന് ഇട്ടു. ഇനി ആ തേർഡ് ഇക്വേഷനും നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷനും കൂടി അങ്ങ് ആഡ് ചെയ്യാണ്. 3 + ഇക്വേഷൻ 3 + ഇക്വേഷൻ 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2x1 + 3x2 = 6 + 3x1 - 3x2 = 3. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ x1 x2 പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ രണ്ടും പോസിറ്റീവാണ്. അപ്പോൾ 5x1 ഇത് രണ്ടും കൂടി 0 ആയി പോവും. =9 കിട്ടും. അപ്പോൾ x1 = 9/5 ആണ്. ഇനി അത് ഈ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x2 = 4/5 എന്ന് കിട്ടും. നമ്മുടെ ബി എന്ന് പറഞ്ഞ പോയിന്റ് 9/5 4/5 എന്നുള്ള പോയിന്റാണ്. ഇനി പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എവിടെയാണ് കാണേണ്ടതെന്നുള്ള ഏത് പോയിന്റിലാണ് ഉള്ളത് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ കോർണർ പോയിന്റ്സിൽ ഏതിലോ ഒന്നിലാണ് നമ്മുടെ മാക്സിമൈസ് ചെയ്യാനാണ് ഫംഗ്ഷൻ. അപ്പോൾ മാക്സിമം ഉള്ളത്. അപ്പോൾ ഓരോ പോയിന്റിലും z-ൻ്റെ വാല്യൂ കാണുക. അറ്റ് 0, 0ൽ z-ൻ്റെ വാല്യൂ എന്തായിരിക്കും? z(x1 + x2) ആണ്. അപ്പോൾ അത് 0. ഇനി 0, 2ൽ z-ൻ്റെ വാല്യൂ x1 + x2 = 0 + 2 = 2 കിട്ടും. ദെൻ ബി എന്ന് പറഞ്ഞ പോയിന്റ് ചെയ്യുന്നു 9/5 4/5. അവിടെ z = x1 + x2 ചെയ്ത് കഴിഞ്ഞാൽ 13/5 എന്ന് കിട്ടും. അത് 2.6. ഇനി അറ്റ് 1, 0ൽ z = 1 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാ? 2.6 ആണ് ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും വലുതുള്ളത്. അപ്പോൾ z ഈസ് മാക്സിമം അറ്റ് ബി 9/5 4/5. മാക്സിമം 9/5 4/5 എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഉള്ളത്. ദാറ്റ് ഈസ് x1 = 9/5, x2 = 4/5 വിത്ത് z max = 2.6. അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഗ്രാഫിക്കലി സൊല്യൂഷൻ കാണുന്നത്. അടുത്ത പ്രോബ്ലം മിനിമൈസ് z = 2x1 - x2 subject to x1 + x2 < 1, 2x1 + 3x2 ≥ 6, and x1 ≥ 0, x2 ≥ 0. നേരത്തെ പോലെ തന്നെ നമ്മൾ ആദ്യം ഇക്വേഷൻസ് വരയ്ക്കുകയാണ്. ഇക്വേഷൻസ് വരയ്ക്കുമ്പോൾ x1 + x2 കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണ്? രണ്ട് കൺസ്ട്രെയിൻ്റ് ആണുള്ളത്. അപ്പോൾ x1 + x2 = 1ഉം 2x1 + 3x2 = 6ഉം. ഇനി നിങ്ങൾക്ക് രണ്ട് കൺസ്ട്രെയിൻ്റ് അല്ല 3 കൺസ്ട്രെയിൻസ് ഒക്കെ വരാം. വേരിയബിൾ അതായത് x1 x2 അങ്ങനെ രണ്ട് വേരിയബിൾ മാത്രമേ പാടുള്ളൂ എന്നേ ഉള്ളൂ. കൺസ്ട്രെയിൻസ് എത്ര വേണമെങ്കിലും ആവാട്ടോ. അപ്പോൾ നമുക്ക് x1 + x2 = 0 = 1, 2x1 + 3x2 = 6. നേരത്തെ പോലെ തന്നെ ഒരു വേരിയബിളിന് 0 കൊടുക്കുക, അടുത്തതിൻ്റെ വാല്യൂ കാണുക, അടുത്തതിന് 0 കൊടുക്കുക, ഫസ്റ്റത്തിൻ്റെ വാല്യൂ കാണുക. അങ്ങനെ പോയിന്റ്സ് കണ്ടുവച്ചിരിക്കുകയാണ് ഇത്. അപ്പോൾ രണ്ടിതിൻ്റെയും പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മുടെ x1 + x2 = 1 ആയിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ പോയിന്റ് അടയാളപ്പെടുത്തി കിട്ടിയ ലൈനാണത്. രണ്ടാമത്തെ ഇക്വേഷൻ 2x1 + 3x2 = 6 ചെയ്തിട്ട് അതിൻ്റെ ലൈന് വരച്ചതാണത്. അപ്പോൾ രണ്ട് ലൈനുകളും കിട്ടി. ഇനി ഫീസിബിൾ റീജിയൻ ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ രണ്ട് കൺസ്ട്രെയിൻസിൽ ഫസ്റ്റത്തെ കൺസ്ട്രെയിൻ < 1ഉം രണ്ടാമത്തെ < 6ഉമാണ്. അപ്പോൾ x1 + x2 < 1 പറഞ്ഞാൽ 0, 0 എടുക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങോട്ടേക്കാണ് ഏരിയ. അപ്പോൾ ഇവിടെ ഏരിയ
ഇങ്ങനെയാണ് വരുന്നത്. ദെൻ രണ്ടാമത്തെ ഇക്വേഷന് 2x1 പ്ലസ് 3x2 ഈക്വൽ ടു 6 ആണ്. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണ് തന്നിരിക്കുന്നത് കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആകുമ്പോൾ ഈ സൈഡിലേക്ക് 0 വരുന്നതാണ്. 0 വന്നു കഴിഞ്ഞാൽ ലെസ് ദാൻ ആണല്ലോ വരുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ടേക്കാണ് ഏരിയ വരുന്നത്. അപ്പോൾ നോക്കുക, ഈ രണ്ട് ഏരിയകൾ തമ്മിൽ എവിടെയും ജോയിൻ്റ് ആവുന്നില്ല. രണ്ടും കൂടി ചേരുന്ന ഒരു സ്ഥലവും ഇല്ല. അതായത് നമ്മുടെ ഫീസിബിൾ റീജിയൻ എംപ്റ്റി ആണ്. അപ്പോൾ നമുക്ക് ഈ LPPക്ക് സൊല്യൂഷൻ ഇല്ല എന്ന് പറയാം. ഓക്കെ, LPPക്ക് സൊല്യൂഷൻ ഇല്ല. അപ്പോൾ രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു. നമ്മൾ ഒന്നിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചു, ബൗണ്ടഡ് ആയിട്ടുള്ള ഫീസിബിൾ റീജിയൻ കിട്ടി, അതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഇത് രണ്ടാമത്തെ കേസിൽ നമുക്ക് ഫീസിബിൾ റീജിയൻ എംപ്റ്റി ആണ്, സൊല്യൂഷൻ ഇല്ല. ദെൻ അടുത്തൊരു പ്രോബ്ലം, സോൾവ് ഗ്രാഫിക്കലി മാക്സിമൈസ് z is equal to 2x1 plus 5x2 subject to x1 minus x2 less than or equal to 1, 2x1 plus 3x2 greater than or equal to 6 and x1 greater than or equal to 0, x2 greater than or equal to 0. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് ഇക്വേഷൻ്റെയും വാല്യൂസ്, രണ്ട് പോയിന്റുകൾ കണ്ടുപിടിച്ചു, ലൈനുകൾ വരച്ചു. അപ്പോൾ ഫസ്റ്റത്തേൻ്റെ ഇതെന്ന് പറഞ്ഞത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഫസ്റ്റ് കൺസ്ട്രെയിൻ x1 മൈനസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. രണ്ടാമത്തത് 2x1 പ്ലസ് 3x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. അപ്പോൾ x1 മൈനസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളത് 0യുടെ ഭാഗത്തേക്കാണ് ഏരിയ വരിക. അപ്പോൾ ഇങ്ങനെയാണ് ഏരിയ കാണുന്നത്. ദെൻ 2x1 പ്ലസ് 3x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. അപ്പോൾ അത് വലുതാവണമെന്നുണ്ടെങ്കിൽ 0 ഉള്ള ഭാഗത്തേക്കല്ല പോവുക, നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ രണ്ടാമത്തെ ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് രണ്ടും കൂടിച്ചേരുന്ന സ്ഥലം ഏതാ ഉള്ളത്? രണ്ട് ഏരിയയും കൂടി കമ്പൈൻ ചെയ്യുന്നത് ഇതാ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഈ ലൈനിൻ്റെ x2 എന്ന് പറഞ്ഞാൽ ലൈനിൻ്റെ അപ്പുറത്ത് പോവില്ല. ഇങ്ങനെ ഏരിയയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഏരിയ ഉണ്ട്, പക്ഷെ അത് ബൗണ്ടഡ് അല്ല, ക്ലോസ്ഡ് അല്ല. അപ്പോൾ നമ്മളുടെ മാക്സിമൈസേഷൻ ആണ് ഫങ്ഷൻ അല്ലേ? മാക്സിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോർണർ പോയിന്റ്സ് എല്ലാം കിട്ടിയാലേ ഏത് പോയിന്റിലാണ് മാക്സിമം എന്നറിയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒറിജിനിന്ന് ഏറ്റവും ഡിസ്റ്റൻറ്റിലുള്ള, ഏറ്റവും ദൂരത്തുള്ള പോയിന്റിലായിരിക്കും മാക്സിമം ഉണ്ടാവുക. ഇവിടെ എത്ര വേണേലും ഇത് പോവാം, ഇത് എവിടെ വരെ പോകുന്നുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവിടെ നമുക്ക് ഒരു സൊല്യൂഷന്, ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. Here the feasible region is not bounded. Hence the given LPP has an unbounded solution. സൊല്യൂഷൻ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സൊല്യൂഷൻ ഉണ്ടാകും, പക്ഷെ ഏത് പോയിന്റിലാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണില്ല. അപ്പോൾ അൺബൗണ്ടഡ് സൊല്യൂഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ 3 കേസുകളാണ് ഇതിൽ വരുന്നത്. ഇനി ഇതുപോലത്തെ പ്രോബ്ലംസ് വരാം, കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.